ഹായ്, ഐ എം സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിസ്പി പാവയ്ക്ക ഫ്രൈ റെസിപ്പിയാണ്. പാവയ്ക്കയുടെ കയ്പ്പ് കാരണം അത് കഴിക്കാത്തവർ ഒത്തിരി പേരുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ പാവയ്ക്ക വളരെ ന്യൂട്രീഷ്യസ് ആണ്. ധാരാളം ഫൈബറും വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് പാവയ്ക്ക കുട്ടികൾക്കും എല്ലാം ഇഷ്ടമാകുന്ന രീതിയിൽ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കും. 2 പാവയ്ക്ക കഴുകിയെടുത്ത് കട്ട് ചെയ്യാം. അതിൻ്റെ ഔട്ടർ സ്കിന്നൊന്നും ചെത്തിക്കളയണ്ട. അകത്തുള്ള സീഡ്സ് റൈപ്ഡ് അല്ലെങ്കിൽ സർക്കിളായിട്ട് കട്ട് ചെയ്യാം. റൈപ്ഡ് ആണെങ്കിൽ ആ സീഡ്സ് മാറ്റേണ്ടി വരും. സീഡ്സ് വലുതാണെങ്കിൽ മാറ്റാം. ഇതുപോലെ പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ചാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പാവയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ട് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തൂകാം. ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും മഞ്ഞളും നല്ലതായി ഇളക്കി അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇത് വെച്ചേക്കണം. പാവയ്ക്ക ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് കളയാം. അതിൻ്റെ കയ്പ്പ് കുറയാനാണ് ഇത് ചെയ്യുന്നത്. ഒരു പിടി പാവയ്ക്ക കയ്യിലെടുത്ത് ഞെക്കിപ്പിഴിയുക. ഉപ്പിട്ട് വെച്ചിരുന്നത് കൊണ്ട് വെള്ളമെല്ലാം എളുപ്പം ഇറങ്ങി വരും. ഇതുപോലെ എല്ലാ പാവയ്ക്കായും സ്ക്വീസ് ചെയ്ത് വെള്ളം മാറ്റിയെടുക്കാം. കയ്പ്പ് വളരെ കുറഞ്ഞു കിട്ടും. പാവയ്ക്ക എല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് കീറിയിടുകയാണ്. മിക്സ് ചെയ്യാം. ഒരു കടായിൽ 3/4 കപ്പ് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഏതെണ്ണയെങ്കിലും മതി. അതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഇടാം. രണ്ട് ബാച്ചസ് ആയിട്ടാണ് ഞാനിവിടെ വറുക്കാൻ പോകുന്നത്. വറുക്കുമ്പോൾ സൂക്ഷിച്ച് വറുക്കുക. എണ്ണയൊന്നും താഴെ പോവാതെ വളരെ സൂക്ഷിച്ച് വറുക്കുക. കണ്ടിന്യൂസ് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇച്ചിരി കൂടെ മൂക്കട്ടെ. ഒരു ചെറിയ ബ്രൗൺ നിറം ആവുന്നിടം വരെ വറക്കണം. ഇത്തിരി കരിഞ്ഞു പോകരുത്. അല്പം കൂടെ നേരം വറക്കാം. നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീ കുറച്ച് എടുക്കാം. ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് ഇട്ടത്. എണ്ണ അബ്സോർബ് ചെയ്യട്ടെ. ബാക്കി പാവയ്ക്കയുടെ വറുത്തെടുക്കാം. അല്പം നേരം കൂടെ ഫ്രൈ ചെയ്യാം. ഓൾമോസ്റ്റ് ഡൺ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. തീ കുറച്ചിട്ട് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഓണിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് വറുത്തെടുക്കാം. ചെറിയ ബ്രൗൺ നിറം വരെ വറുക്കാം. ഓണിയൻ റെഡി ആയിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ റെഡ് ചില്ലി സ്ലൈസ് ചെയ്തിട്ട് വറക്കുന്നു. രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് വറക്കുന്നു. പാവയ്ക്കയും ഒണിയനും കൂടെ മിക്സ് ചെയ്യാം. ക്രിസ്പി പാവയ്ക്ക ഫ്രൈ റെഡിയാണ്. പാവയ്ക്ക ചിപ്സ് റെഡിയാണ്. പാവയ്ക്ക ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ഇഷ്ടത്തോടെ പാവയ്ക്ക കഴിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്.